ഹലോ ഫ്രണ്ട്സ്, ഞാൻ ഡോക്ടർ ജീവൻ ജോസഫ്, ജീവൻസ് ഡയബറ്റീസ് ആൻഡ് എൻഡോക്രൈൻ സെൻറ്റർ, വിമല ഹോസ്പിറ്റൽ, ഏറ്റുമാനൂർ, കോട്ടയത്തെ ഡയറക്ടറും കൺസൾട്ടൻറ്റ് എൻഡോക്രൈനോളജിസ്റ്റുമാണ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് വളരെ ആൾക്കാരെ അലട്ടുന്ന ഒരു പ്രശ്നമാണ്. നൊക്ടൂറിയ, അല്ലെങ്കിൽ രാത്രി ഈ യൂറിൻ പാസ് ചെയ്യാനായിട്ട് 2-3 പ്രാവശ്യം എഴുന്നേക്കേണ്ട ഒരു സാഹചര്യം, അതിൽ നിന്ന് ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ, ഉറക്കം ശരിയാവുന്നില്ല എന്നൊക്കെയുള്ള പ്രശ്നങ്ങൾ. ഇപ്പോൾ ഈ നൊക്ടൂറിയ എന്നാണ് ഇതിൻ്റെ ഒരു സയൻറ്റിഫിക് ടേം. ഇതൊരു വളരെ കോമൺ പ്രോബ്ലമാണ്. ഒരു 50 വയസ്സിന് മുകളിലുള്ള പുരുഷന്മാരെ നോക്കുകയാണെങ്കിൽ ഒരു 50% ആൾക്കാർക്കെങ്കിലും ഈ പ്രശ്നമുണ്ട്. സ്ത്രീകളിൽ നോക്കുകയാണെങ്കിൽ അത് 50 വയസ്സിന് മുമ്പ് സ്ത്രീകളിലാണ് ആക്ച്വലി ഇത് കൂടുതൽ. പക്ഷേ 50 ഇയേഴ്സ് കഴിഞ്ഞാൽ കൂടുതലും ഇത് പുരുഷന്മാരെയാണ് ബാധിക്കുന്നതായിട്ട് കാണുന്നത്. അപ്പോൾ ഇത് നമ്മളെ സംബന്ധിച്ചുള്ള ഒരു വളരെ ഇറിറ്റേറ്റിംഗ് പ്രോബ്ലമാണ്. നമ്മൾ രാത്രിയിൽ 2-3 പ്രാവശ്യം എഴുന്നേക്കേണ്ടി വരുന്നു. അപ്പോൾ അത് കാരണം നമ്മുടെ സ്ലീപ്പ് ശരിയാവുന്നില്ല. അതുകൊണ്ട് രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഉറക്കം, ക്ഷീണം, ഇതുപോലെയുള്ള പ്രശ്നങ്ങളുണ്ട്. പല ആൾക്കാരും ഇതൊരു വലിയ പ്രശ്നമായിട്ട് ചിലർ കാണാറില്ല, അല്ലെങ്കിൽ ഇത് പറയാനായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ കാരണം പലപ്പോഴും ഇതിന് ട്രീറ്റ്മെൻറ്റും ആരും സീക്ക് ചെയ്യാറില്ല. അത് വളരെ സിവിയർ ആവുന്നത് വരെ ആരും മിണ്ടാറുമില്ല, അല്ലെങ്കിൽ അതൊരു നോർമലാണെന്നുള്ള രീതിയിൽ ആൾക്കാർ മുന്നോട്ട് പോകും. അപ്പോൾ ഇതിൻ്റെ പുറകിലുള്ള പ്രധാനപ്പെട്ട കാരണങ്ങൾ എന്താണെന്നുള്ളത് ആദ്യം നമുക്ക് മനസ്സിലാക്കാം. ഒന്ന്, അനിയന്ത്രിതമായ പ്രമേഹം. ഇപ്പോൾ പ്രമേഹത്തിന് നമ്മുടെ ഷുഗറിൻ്റെ ലെവൽസ്, രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് ഒത്തിരി കൂടുതലാണെങ്കിൽ അത് നമ്മുടെ ഈ കൂടുതൽ യൂറിൻ ഉണ്ടാക്കിക്കൊണ്ടിരിക്കും. അപ്പോൾ യൂറിൻ പാസ് ചെയ്യാനായിട്ടുള്ള ഒരു ടെൻഡൻസി നമുക്ക് കൂടും. അതുകൊണ്ടാണ് പലപ്പോഴും ഷുഗർ കണ്ടുപിടിക്കുന്ന ആൾക്കാർ ഇടയ്ക്കിടയ്ക്ക് അവരുടെ ഒരു സിംറ്റം, ദാഹം, അനിയന്ത്രിതമായി യൂറിൻ പാസ് ചെയ്യുന്നു എന്നുള്ളതാണ് ഒരു സിംറ്റം. അപ്പോൾ ഷുഗർ നിയന്ത്രണം അല്ലെങ്കിൽ പ്രമേഹ രോഗിയാണ്, ഷുഗർ നിയന്ത്രണം അല്ലെങ്കിൽ അത് ഈ ഒരു സിംറ്റത്തിൽ വന്ന് അവസാനിക്കാം. അപ്പോൾ അതൊരു നിങ്ങൾക്ക് അത് അങ്ങനെ കൺട്രോൾ നല്ലതാണോ ഇല്ലയോ എന്നുള്ളത് നിങ്ങൾ നോക്കേണ്ടതാണ്. 2, ചില ആൾക്കാർ ഈ നീര് കുറയാൻ വേണ്ടിയും അല്ലെങ്കിൽ ഹൃദയം സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ കാരണം ഡയൂറിറ്റിക്സ് എടുക്കുന്നുണ്ട്. എന്ന് വെച്ചാൽ ഈ യൂറിൻ കൂടുതൽ പാസ് ചെയ്യുന്ന ടാബ്ലറ്റ്സ് എടുക്കുന്നുണ്ട്. അപ്പോൾ അത് ചിലപ്പോൾ ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്തായിരിക്കും എടുക്കുന്നത്. അപ്പോൾ ഇത്തരം ടാബ്ലറ്റ്സ് പലപ്പോഴും നമ്മൾ രാവിലെ എടുക്കാനായിട്ട് ശ്രമിക്കണം. ഇത് വൈകുന്നേരമോ അല്ലെങ്കിൽ രാത്രിയോ ഇത്തരം ഗുളികൾ എടുത്താൽ നമ്മുടെ സ്ലീപ്പ് ഡിസ്റ്റർബ്ഡായിരിക്കും, ഇടയ്ക്കിടയ്ക്ക് യൂറിൻ പാസ് ചെയ്യാനായിട്ട് ഫീൽ ചെയ്യാൻ സാധ്യതയുണ്ട്. അപ്പോൾ ചിലപ്പോൾ അതായിരിക്കും ഒരു കോസ്. 3, പുരുഷന്മാരിൽ ഇത് ഏറ്റവും വലിയൊരു കോസ് പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയുടെ വലിപ്പം വയ്ക്കലാണ്, അല്ലെങ്കിൽ അതിൻ്റെ എൻലാർജ്മെൻറ്റാണ്. ഇപ്പോൾ ബിനൈൻ പ്രോസ്റ്റാറ്റിക് ഹൈപ്പർട്രോഫി എന്നാണ് അതിനെ പറയുന്നത്. അപ്പോൾ ഈ BPH ഉള്ള വ്യക്തികളിൽ പ്രോസ്റ്റേറ്റ് വലുതാവുന്നതനുസരിച്ച് നമുക്ക് ഈ യൂറിൻ പാസ് ചെയ്യാനായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ, അത് തുടങ്ങാനായിട്ട് ബുദ്ധിമുട്ട്, അത് പാസ് ചെയ്യുമ്പോൾ അത് ഇൻകംപ്ലീറ്റ് ആയിട്ട് പാസ് ചെയ്യും, മുഴുവനായിട്ടുള്ള യൂറിൻ പോകത്തില്ല, അത് വീണ്ടും അവിടെ കെട്ടിക്കിടക്കുന്നു. അതുകൊണ്ട് വീണ്ടും യൂറിൻ പാസ് ചെയ്യാൻ തോന്നുന്നു. അതുപോലെ തന്നെ ഈ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥി വലുതാവുന്ന സാഹചര്യത്തിൽ അത് ഈ യൂറിനറി അപ്പാരറ്റസിൻ്റെ മുകളിൽ അത് പ്രസ് ചെയ്യും, ഒരു ഇറിറ്റേഷൻ ഉണ്ടാക്കി നമുക്ക് ഇടയ്ക്കിടയ്ക്ക് യൂറിൻ പാസ് ചെയ്യണം എന്നുള്ളൊരു ഫീലിംഗ് ഉണ്ടാക്കും. അപ്പോൾ പലപ്പോഴും ഇതിൻ്റെ സിംറ്റം പുരുഷന്മാരിലുണ്ടാകുന്നത് ഈ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയുടെ വീക്കം കാരണമാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഈ സിംറ്റം ഉണ്ടെങ്കിൽ നിങ്ങൾ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിക്ക് വീക്കമുണ്ടോ എന്ന് നോക്കാൻ വേണ്ടി നമുക്ക് എളുപ്പത്തിൽ ചെയ്യാവുന്ന അൾട്രാസൗണ്ട് സ്കാനുണ്ട്. അതുപോലെ തന്നെ പലപ്പോഴും അതിനോടനുബന്ധിച്ച് തന്നെ PSA എന്ന് പറയുന്ന രക്തപരിശോധനയെ നമ്മൾ നോക്കാറുണ്ട്. കാരണം ഗ്രന്ഥിക്ക് വീക്കം ഉണ്ടെങ്കിൽ വേറെ എന്തെങ്കിലും സീരിയസ് ആയിട്ടുള്ള പ്രശ്നങ്ങളുണ്ടോ എന്ന് നോക്കാൻ വേണ്ടി PSA ടെസ്റ്റ് ചെയ്ത് നോക്കേണ്ട സാഹചര്യം ഉണ്ടെങ്കിൽ അതും ചെയ്യണം. അതിന് വ്യക്തമായിട്ടുള്ള ചികിത്സ നമ്മൾ തേടണം. കാരണം അത് കൂടി വരുന്നതനുസരിച്ച് നമുക്ക് യൂറിൻ പാസ് ചെയ്യാൻ ബുദ്ധിമുട്ട്, പലപ്പോഴും ഇടയ്ക്കിടയ്ക്ക് നമുക്ക് രാത്രി എഴുന്നേൽക്കേണ്ട സാഹചര്യവും ഉണ്ടാവാം. സോ അതുകൊണ്ടായിരിക്കാം. പിന്നെ ചില ആൾക്കാരിൽ അത് ലൈഫ് സ്റ്റൈൽ റിലേറ്റഡ് ആയിരിക്കാം. നമ്മൾ ഒരുപാട് കഫീൻ എടുക്കുന്ന സാഹചര്യം ഉണ്ടെങ്കിൽ, കഫീൻ സാധാരണ നമ്മൾ കോഫി കൂടുതൽ കുടിക്കുന്ന ആൾക്കാരിലാണ് കഫീൻ കാണുന്നത്. ഞാൻ നേരത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, കോഫി കൊണ്ട് നമുക്ക് വേറെ ഒത്തിരി ബെനിഫിറ്റ്സ് ഉണ്ട്, ലിവറിൻ്റെ കാര്യങ്ങളിലൊക്കെ ഒത്തിരി ബെനിഫിറ്റ്സ് ഉണ്ട്. പക്ഷേ ഇങ്ങനെ ഒരു പ്രശ്നമുള്ള വ്യക്തികളിലാണെങ്കിൽ കഫീൻ കൂടുതൽ കുടിക്കുന്നത് നല്ലതല്ല. അപ്പോൾ കോഫിയുടെ ബെനിഫിറ്റ് വേണം, പക്ഷേ കഫീൻ കൂടുതൽ എടുക്കേണ്ടതെന്നുണ്ടെങ്കിൽ നമുക്ക് 2 കാര്യങ്ങൾ ചെയ്യാം. ഒന്ന്, ഡീകഫിനേറ്റഡ് കോഫി നമ്മുടെ വിപണിയിൽ അവൈലബിൾ ആണ്. ഏറ്റവും ബെസ്റ്റ് അങ്ങനത്തെ ഒരു ഡീകഫിനേറ്റഡ് കോഫി സെലക്ട് ചെയ്യാം. രണ്ടാമത്തെ നിങ്ങളുടെ ഓപ്ഷൻ, നമ്മുടെ സാധാരണ വിപണിയിൽ വരുന്ന കോഫി പൗഡേഴ്സ് എല്ലാം റൊബസ്റ്റ സീഡ്സ് വെച്ചാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇപ്പോൾ റൊബസ്റ്റ സീഡ്സിനകത്ത് സാധാരണ ഒരു നല്ല കഫീൻ കണ്ടൻ്റ് ഉണ്ട്. പക്ഷേ ഇതേപോലെ തന്നെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ചില പ്രീമിയം സ്റ്റോഴ്സിലും അതുപോലെ തന്നെ ഓൺലൈൻ ആമസോണിലും ഒക്കെ നിങ്ങൾക്ക് അറാബിക്ക സീഡ്സ് വെച്ച് 100% അറാബിക്ക സീഡ്സ് വെച്ച് ഉണ്ടാക്കിയിരിക്കുന്ന കോഫി നിങ്ങൾക്ക് കാണാൻ പറ്റും. അത് കുറച്ചുകൂടി കോസ്റ്റ്ലിയറാണ്, അതിന് കൂടുതൽ ഫ്ലേവറും അരോമയൊക്കെ ഉണ്ടെന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് അത് ഫ്ലേവറിൽ കുറച്ചുകൂടി എക്സ്പെൻസീവാണ്. അത് വളരെ പ്രോമിനൻ്റ്ലി തന്നെ ആ ടിന്നിൻ്റെ മുകളിൽ എഴുതിയിട്ടുണ്ടാകും, ദാറ്റ് ഈസ് എക്സ്ക്ലൂസീവ്ലി ഫ്രം 100% അറാബിക്ക സീഡ്സ്.
ഈ അറാബിക്ക സീഡ്സിൻ്റെ ഒരു ഗുണം നമ്മുടെ ഈ ഡിസ്കഷനിലെ അതിൻ്റെ ഇമ്പോർട്ടൻസ് എന്ന് വെച്ചാൽ അതിൻ്റെ കഫീൻ കണ്ടൻറ്റ് റൊബസ്റ്റ സീഡ്സിനേക്കാളും 50% ലോവറാണ്. അപ്പോൾ 2 ഓപ്ഷൻസ് ഉണ്ട്. ഒന്നെങ്കിൽ അറാബിക്ക സീഡ്സ് വെച്ച് മാനുഫാക്ചർ ചെയ്തിരിക്കുന്ന കോഫി കുടിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഡീകഫിനേറ്റഡ് കോഫി കുടിക്കാം. അല്ലെങ്കിൽ ഓഫ് കോഴ്സ് നിങ്ങൾക്ക് കോഫിയെ അവോയ്ഡ് ചെയ്യാം, പക്ഷേ വേറെ ബെനിഫിറ്റ്സ് കോഫിക്ക് ഉള്ളത് കൊണ്ട് ഇപ്പോൾ ലിവർ സംബന്ധമായിട്ടൊക്കെ പ്രശ്നങ്ങളുള്ളവർക്ക് വേണമെങ്കിൽ കോഫി എടുക്കണം എന്നുണ്ടെങ്കിൽ ഈ ഒരു പ്രോബ്ലം കൂടി വേഴ്സ് ആവാതിരിക്കാൻ വേണ്ടി ഈ ഒരു രീതിയിൽ അത് ക്രമീകരിച്ചാൽ അത് ശരിയാവും. അതുപോലെ തന്നെ ആൽക്കഹോൾ ഒത്തിരി കൂടുതൽ എടുക്കുന്ന വ്യക്തികളിൽ, അത് നൈറ്റിൽ ഒത്തിരി ഡ്രിങ്ക് ചെയ്യുന്ന വ്യക്തികൾക്കും ഇതേപോലെ രാത്രി യൂറിൻ പാസ് ചെയ്യുന്ന സാഹചര്യം, പല പ്രാവശ്യം എഴുന്നേക്കേണ്ട സാഹചര്യം ഉണ്ടാവാം, നൊക്ടൂറിയയുടെ ഒരു ബുദ്ധിമുട്ട് ഉണ്ടാവാം. അപ്പോൾ ഇത്തരം പ്രശ്നങ്ങളൊക്കെയാണ് നമുക്ക് സാധാരണ ഈ ഒരു പ്രോബ്ലത്തിലേക്ക് വഴിതെളിക്കുന്നത്. ഇനി ഇതിനു വേണ്ടി നമുക്ക് പൊടിക്കൈകളായിട്ട് നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാം? ഒന്ന്, ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ അവോയ്ഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ അല്ലെങ്കിൽ അത് മാറ്റി ക്രമീകരിക്കാൻ പറ്റുമെങ്കിൽ തീർച്ചയായിട്ടും അത് ഹെൽപ്ഫുള്ളായിരിക്കും. പ്രമേഹ നിയന്ത്രണം അല്ലെങ്കിൽ അത് കൺട്രോൾ ചെയ്യാൻ. പിന്നെ നമ്മൾ പലപ്പോഴും ആൾക്കാർ ഉച്ചയ്ക്ക് ഒരു ചെറിയ ആഫ്റ്റർനൂൺ നാപ്പ് എടുക്കുകയാണെങ്കിൽ നൊക്ടൂറിയ കുറയുന്നതായിട്ടാണ് പല പഠനങ്ങളിൽ കാണുന്നത്. അതിൻ്റെ റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ആഫ്റ്റർനൂൺ നാപ്പ് എടുക്കുമ്പോൾ പലപ്പോഴും ആ സമയത്ത് നമ്മുടെ ശരീരത്തിൻ്റെ ബാക്കിയുള്ള കിഡ്നിയും മറ്റു കാര്യങ്ങളെല്ലാം ഈ ബ്ലഡിൽ നിന്നുള്ള ഈ ഫ്ലൂയിഡ് എക്സ്ട്രാക്ട് ചെയ്യും. അത് കഴിഞ്ഞ് നമ്മളത് പാസ് ചെയ്യുന്നത് കൊണ്ട് ഓവറോൾ നമ്മുടെ ഫ്ലൂയിഡ് കണ്ടൻറ്റ് ഇച്ചിരി കുറഞ്ഞു വരും. അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. അതുപോലെ തന്നെ ഈ കാലിൽ നീരുള്ളവരാണെങ്കിൽ കാല് കുറച്ച് പൊക്കി വെക്കുകയാണെങ്കിൽ ഈ ഒരു റീഡ്രെയിനിങ്, അവിടുന്ന് ഫ്ലൂയിഡ് ഡ്രെയിൻ ചെയ്ത് അത് കുറേയൊക്കെ എലിമിനേറ്റ് ചെയ്യാനായിട്ട് അത് സഹായിക്കും. അപ്പോഴും നമുക്ക് ഈ വൈകുന്നേരം അല്ലെങ്കിൽ നമ്മൾ കിടന്നുറങ്ങുമ്പോൾ യൂറിൻ കൂടുതൽ പാസ് ചെയ്യുന്ന സാഹചര്യത്തിൽ നിന്ന് കുറച്ച് ഒരു കുറവ് കിട്ടാനായിട്ട് സാധ്യതയുണ്ട്. പിന്നെ നമ്മുടെ ഡയറ്റിലെ വ്യതിയാനങ്ങൾ ഞാനിപ്പോൾ പറഞ്ഞു. കോഫി കുടിക്കുന്നവരാണെങ്കിൽ ഡീകഫിനേറ്റഡിലേക്ക് മാറ്റുക, ആൽക്കഹോൾ ഒരുപാട് നൈറ്റിലെടുക്കുന്ന സാഹചര്യം തടയാൻ ശ്രമിക്കുക. അപ്പോൾ അത്രയൊക്കെയാണെങ്കിൽ നമുക്ക് ഇത് ഒരു പരിധി വരെ നമുക്ക് നമ്മുടെ ഡയറ്റ് ലൈഫ് സ്റ്റൈൽ ചേഞ്ചസിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. പിന്നെ ഇതിന് ഡെഫിനറ്റ്ലി മെഡിസിൻസും ഉണ്ട്. ഇതെല്ലാം ചെയ്തിട്ട് നമുക്ക് വളരെ ബുദ്ധിമുട്ടാണ്, നമ്മുടെ ക്വാളിറ്റി ഓഫ് ലൈഫ് ഇത് കാരണം അഫക്റ്റഡ് ആണെങ്കിൽ ആൻറ്റി കൊളിനർജിക്സ് എന്ന് പറയുന്ന ഗ്രൂപ്പിൽ ഓക്സിബ്യൂട്ടിനിൻ, സോളിഫെനാസിൻ, മിറാബെഗ്രോൺ ഇങ്ങനെ ഗ്രൂപ്പിൽ ഇങ്ങനെ പറയുന്ന ഇങ്ങനത്തെ പേരുകളുള്ള പല മെഡിസിൻസ് ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കാറുണ്ട്. അത് വളരെ ഹെൽപ്ഫുള്ളുമാണ്. ഇതേപോലെ തന്നെ സ്ത്രീകളിൽ പലപ്പോഴും ഇത് കാണുന്നത് മെനോപോസ് കഴിഞ്ഞിട്ടാണെന്ന് വെച്ചാൽ ആർത്തവ വിരാമം കഴിഞ്ഞിട്ട് പലപ്പോഴും അവർക്ക് വജൈനൽ ഡ്രൈനെസ്സും അതുപോലെയുള്ള ബുദ്ധിമുട്ടുകളുള്ളതുകൊണ്ട് അവർക്കും ഇതുപോലെയുള്ള പ്രശ്നങ്ങൾ കാണാറുണ്ട്. അപ്പോൾ അവർക്കും ഇതുപോലെയുള്ള എന്തെങ്കിലും ഈസ്ട്രജൻ ക്രീംസിൻ്റെ ട്രീറ്റ്മെൻ്റ് ഉണ്ട്, അല്ലെങ്കിൽ ഇതുപോലെയുള്ള ടാബ്ലറ്റ്സും എല്ലാം അവർക്ക് ഹെൽപ്ഫുള്ളാണ്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പുരുഷന്മാരിൽ ഈ പ്രോസ്റ്റേറ്റ് സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് നല്ല രീതിയിൽ തന്നെ ചികിത്സിച്ച് കൈകാര്യം ചെയ്താൽ ഈ ഒരു പ്രശ്നത്തിൽ നിന്ന് നമുക്ക് ഒഴിവാവാം. അപ്പോൾ ഇങ്ങനെ നിങ്ങളുടെ ഈ രാത്രിയിലെ ഈ ഇടയ്ക്കിടയ്ക്ക് എഴുന്നേറ്റ് മൂത്രമൊഴിക്കേണ്ട ഒരു സാഹചര്യമുണ്ട്, അതുകൊണ്ട് നിങ്ങൾ സഫർ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക അതിന് ശാശ്വതമായ പരിഹാരങ്ങളുണ്ട്. അത് കറക്റ്റായിട്ട് അതിൻ്റെ ഇൻവെസ്റ്റിഗേഷൻസ് ചെയ്ത് അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് നിങ്ങളുടെ കാണിക്കുന്ന ഡോക്ടറെ കണ്ട് അത് തേടേണ്ടതാണ്. നന്ദി, നമസ്കാരം.